ഓം നമോ ഭഗവതേ വാസുദേവായ. മുപ്പത്തിയഞ്ചാം ദശകത്തിൽ മായാമൃഗത്തിനെ കൊന്ന് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മടങ്ങി വന്നപ്പോൾ സീതയെ കാണാഞ്ഞ് സീത എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഹനുമാന്റെ ഉത്സാഹത്താൽ സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്നു. സുഗ്രീവൻ്റെ അപേക്ഷ പ്രകാരം ദ്വന്ദ്വയുദ്ധത്തിനിടെ ശ്രീരാമൻ ബാലിയെ വധിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവായി അഭിഷേകം ചെയ്യാൻ ലക്ഷ്മണനോട് കൽപ്പിക്കുന്നു. സുഗ്രീവൻ സുഖമായി അവിടെ കഴിഞ്ഞുകൂടി. അതിനിടയിൽ ശ്രീരാമൻ്റെ വിരഹദുഃഖം കണ്ട് ലക്ഷ്മണൻ സുഗ്രീവനോട് ദേഷ്യപ്പെടുകയും പേടിച്ചു വിറച്ച സുഗ്രീവൻ ഉടനെ തന്നെ സകല വാനരന്മാരെയും സീതാദേവി എവിടെയെന്ന് അന്വേഷിക്കാനായിട്ട് അയക്കുന്നു. അങ്ങനെ വാനരൻ പോകുന്നതിനിടയിൽ ഹനുമാനെ വിളിച്ച് അടയാളം ആയിട്ടുള്ള അങ്കുലി മോതിരം ഹനുമാനെ ഏൽപ്പിക്കുന്നു ശ്രീരാമചന്ദ്രൻ. സമ്പാദി പറഞ്ഞതനുസരിച്ച് ഹനുമാൻ ലങ്കയിലേക്ക് ചാടുകയും അവിടെ ചെന്ന് കുറേ തിരഞ്ഞ് സീതാദേവിയെ കണ്ടുപിടിച്ച് രാവണൻ്റെ മകനായ അക്ഷകുമാരനെ വധിച്ച് മേഘനാഥൻ്റെ അസ്ത്രത്താൽ മോഹം ബാധിച്ചു. പിന്നെ രാവണസഭയിൽ വെച്ച് ഹനുമാൻ്റെ വാലിന് തീ കൊടുക്കുന്നു. ഹനുമാനാകട്ടെ വാലിലെ തീയുകൊണ്ട് ലങ്കാനഗരം മുഴുവൻ ചുട്ടരിക്കുകയും സീതാദേവിയെ കണ്ട് വണങ്ങി ശ്രീരാമനുള്ള ശിരോരത്നം വാങ്ങി തിരിക്കുന്നു. ശ്രീരാമചന്ദ്രന് സീതാദേവിയെ കണ്ടു, അടയാളമായിട്ടുള്ള ശിരോരത്നം ഇതാ പറഞ്ഞ് ഹനുമാൻ കൊടുക്കുകയും അതിനുശേഷം ശ്രീരാമനും വാനര സൈന്യവും കൂടി സേതുബന്ധനം നടത്തി ലങ്കയിലേക്ക് വന്ന് അതിഘോരമായ യുദ്ധം തുടങ്ങുന്നു. മേഘനാഥനെയും കുംഭകർണനെയും എല്ലാവരെയും വധിച്ച് രാവണനായിട്ട് അതിഘോരമായിട്ടുള്ള യുദ്ധം ചെയ്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് രാവണനെ വധിച്ച് ലങ്കാരാജ്യത്തെ രാജാവായിട്ട് വിഭീഷണനെ അഭിഷേകം ചെയ്തു. അതിനുശേഷം വിഭീഷണനും എല്ലാ വാനരന്മാരെയും കൂട്ടി അയോധ്യയിലേക്ക് പുഷ്പകവിമാനത്തിൽ പുറപ്പെടുന്നു. അയോധ്യയിലെത്തി ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകവും അതിനുശേഷം ആശ്രിതജനങ്ങളായ വാനരന്മാരെയും വിഭീഷണയെയും അനവധി സമ്മാനങ്ങൾ നൽകി പറഞ്ഞയക്കുന്നു. ഇങ്ങനെ അനവധി കാലം അങ്ങ് രാജ്യം ഭരിച്ചു. അതിനിടയിൽ ഒരു ദുഷ്ടാത്മാവിൻ്റെ വാക്കുകേട്ട് അങ്ങ് ഗർഭിണിയായ സീതയെ പരിത്യജിച്ചു. സീതാദേവി വാൽമീകിയുടെ ആശ്രമത്തിൽ 2 പുത്രന്മാരെ പ്രസവിക്കുകയും ആ പുത്രന്മാർ വലുതായി
ശ്രീരാമചന്ദ്രൻ്റെ യജ്ഞം നടക്കുന്ന കവാടത്തിൽ വന്ന് അതിമധുരമായി രാമായണ ഗീതം ആലപിക്കുന്നു. അത് കേട്ട് വളരെ സന്തുഷ്ടനാകുകയും തനിക്ക് സീതാദേവിയെ വീണ്ടും വേണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് സീതാദേവി ഭൂമിദേവിയിൽ അന്തർധാനം ചെയ്യുന്നു. പിന്നെ ഒരു ദിവസം ധർമ്മരാജാവുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ഈ സംസാരത്തിനിടയിൽ കടന്നു വരികയാണെങ്കിൽ അവനെ വധിക്കാമെന്ന് ശ്രീരാമചന്ദ്രൻ വാക്കുകൊടുക്കുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ലക്ഷ്മണൻ അത്യാവശ്യകാര്യമായിട്ട് എന്തോ അങ്ങോട്ട് കടന്നു വരികയും തൻ്റെ അനുജനെ എങ്ങനെ എന്നറിയാതെ അദ്ദേഹം അനുജനെ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം അങ്ങ് സരയൂ നദിയിൽ വന്ന് ലക്ഷ്മണനെ കൂടാതെ സരയൂ നദിയിൽ വന്ന് തൻ്റെ കൂടെ മുങ്ങുന്ന എല്ലാവർക്കും മോക്ഷം കൊടുത്ത് വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. ഇത്രയുമാണ് 35-ാം ദശകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നീത സുഗ്രീവമൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേകായമൂച്ചൈം ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോലുലവിധ യുഗപൽപത്രീണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർവിരഹതരളിതസ്ത്വം മതംഗാശ്രമാന്തേ. സുഗ്രീവേണാനുജോക്ത്യാ സമമഭിയതാം വ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമഥദയിതാമാർഗണായാവനം രാം സന്ദേശാഞ്ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കപിഭിരപി തദാം തുൽപ്രിയാസപ്രയാസേം തുദ്വാർത്താകർണനോദ്യൽഗരുദുരുജലസമ്പാദി വാക്യപ്രോത്തീർണോർണോധിരന്തർനഗരീം ജനകജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷദ്യോദ്യാനമക്ഷക്ഷപണചണരണസോഢബന്ധോദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ചലങ്കാം ഝടിതി സ ഹനുമാൻ മൗലീരത്നം ദദോതേ. ത്വം സുഗ്രീവാംഗദാദി പ്രബലകപിചമൂചക്രവിക്രാന്തഭൂമിചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണ തൽപ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷപ്രസ്താഗ്നേയാസ്ത്രതേജസ്ത്രസുദുദധിഗിരാം ലബ്ധവാൻ മധ്യമാർഗം
കീശൈ ആശാന്തരോപാഹൃത ഗിരിനികരൈ സേതുമാധാപ്യയാതോ യാതുന്യാമർധ്യം ദംഷ്ട്രാനഖശിഖരിശിലാസാലശസ്ത്രൈः സ്വസൈന്യൈः വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്രാ വേഗാനാഗാസ്ത്രബന്ധ പദകപതിഗരുന്മാരുതൈർ മോചിതോ ഭൂം സൗമിത്രീസ്ത്വത്ര ശക്തിപ്രഹൃതികളദസുർവാതജാനീത ശൈലഘ്രാണാൽ പ്രാണാൻ ഉപേതോ വ്യകൃണുത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃതസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർബീതലം അഖിലചമൂഭക്ഷിണം വക്ഷിണോസ്ത്വം ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിത രഥകവചവും രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമബലം ആമഗ്നിശുദ്ധാം പ്രഗൃഹൻ ദേവശ്രേണീവരോജ്ജീവിതസമരമൃതൈരക്ഷത്യൈരക്ഷസംഖ്യൈർ അക്ഷതൈർക്ഷസംഖ്യൈർ ലങ്കാഭർത്രാചസാഗം നിജനഗരമഗാസപ്രിയ പുഷ്പകേണ പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ വത്സരാൻ പര്യരംസീർമൈഥില്യാം പാപവചാ ശിവ ശിവ കില താം ഗർഭിണീമഭ്യസീം ശത്രുഘ്നേനാർദ്ധയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവൽവാത്മീകിഗേഹേ കൃതവസതിരുപാസൂത സീതാസുതോ തേ വാൽമീകേസ്ത്വൽസുതോദ്ഗോപിത മധുരകൃതേ രാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമേക്ഷിതിം അവിശദസൗ ത്വഞ്ച കാലാർത്ഥിതോ ഭൂം യേതോ സൗമിത്രിഘാതി സ്വയമഥ സരയൂമഗ്നനിശേഷഭൃത്യൈഃ സാകം നാകം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം സോയം മർത്യാവതാര തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തി നിരാഗസ്ത്യജനമപി ഭവേൽ കാമധർമാദിസക്രിയാം നോചേൽ സ്വാത്മാനുഭൂതേ കുനു തവ മനസോ വിക്രിയാം ചക്രപാണി സത്വം സത്വൈകമൂർത്തേ പവനപുരപതേ
പവനപുരപതേ വ്യാധുനുർവ്യാധിതാപാൻ. 35-ാം ദശകം സമാപ്തം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ